പാനൂരിലെ വിഷ്ണുപ്രിയ കൊലക്കേസിൽ കുറ്റവാളി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവും 10 വർഷം അധിക തടവും ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അർജുൻ കല്യാട് നമുക്കൊപ്പം തുടരുന്നുണ്ട് തലശ്ശേരി കോടതിയിൽ നിന്ന്. അർജുൻ, ഈ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ, അതായത് കൊലപാതകത്തിന് ശേഷം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ മുതൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ ഹാജരാക്കുന്ന സമയം വരെ ഈ പ്രതിയായിട്ടുള്ള കുറ്റവാളിയായിട്ടുള്ള ശ്യാംജിത്തിന്റെ മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭാവവ്യത്യാസങ്ങൾ ഒന്നും തന്നെ കാണാൻ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അയാളെ അവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ കോടതിയിൽ തന്നെ ഉണ്ടോ ഈ പ്രതി? കോടതിയിൽ പ്രതി ശ്യാംജിത്ത് ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചിരുന്ന 10-ാം തീയതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലും കോടതി ശ്യാംജിത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്താതെയായിരുന്നു ശ്യാംജിത്തിൻ്റെ ഈ കൊലപാതകവുമായ തനിക്കൊരു കുറ്റസമ്മതം പോലും ഇപ്പോഴും ഇല്ല, അതല്ലെങ്കിൽ ഒരു പ്രായശ്ചിത്ത ഒരു പശ്ചാത്താപം പോലും ഇപ്പോഴും ഇല്ല എന്നുള്ള ഒരു ഭാവപ്രകടനമായിരുന്നു മുഖത്ത് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ കേസ് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ശ്യാംജിത്ത് ഈ കൃത്യത്തിന് ശേഷം മാനന്തേരിയിലുള്ള അല്ലെങ്കിൽ അവരുടെ പിതാവിൻ്റെ ഒരു ഹോട്ടലിൽ വന്ന് സാധാരണ നിലയിൽ ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം ആയുധങ്ങൾ ഒളിപ്പിക്കുന്നു. വളരെ പോലീസ് എത്തുമ്പോഴും വളരെയധികം കൂളായി, വളരെ ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസങ്ങളുമില്ലാതെ വാഹനത്തിനകത്ത് കയറി പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ വളരെ ആസൂത്രിതമായി, വളരെ പ്ലാൻഡായി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മാനസിക നിലയും അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കോടതിയിൽ ഇന്നെത്തിയപ്പോൾ പോലും മുഖഭാവത്തിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. കഴിഞ്ഞ ദിവസം കണ്ടതിന് സമാനമായ രീതിയിൽ തന്നെ ഒരു പശ്ചാത്താപം ആ മുഖത്ത് കാണാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ കേസിൻ്റെ നാൾവഴിക്കിടയിൽ ഈ പോലീസ് നൽകിയിട്ടുള്ള പോലീസിൻ്റെ ഒരു മൊഴി ഈ കേസിൻ്റെ ഭാഗമായി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലുണ്ട്. അതായത് ഈ കേസിൽ പ്രതി ശ്യാംജിത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് തനിക്കിപ്പോൾ ഇത്ര വയസ്സാണ്, അതിനുശേഷം ഈ പറയുന്ന 14-15 വർഷം എനിക്ക് തടവ് ലഭിച്ചാൽ പോലും അതിനുശേഷം 39-ാമത്തെ വയസ്സിൽ ഞാൻ പുറത്തിറങ്ങും, അതിനുശേഷം താൻ സുഖമായി ജീവിക്കും എന്നുള്ള ഒരു നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ശ്യാംജിത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊഴിയാണ് പോലീസുകാരോട് നൽകിയിട്ടുള്ളത്. ആ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കോടതിയിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗമായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ജീവപര്യന്തവും 10 വർഷം തടവും കോടതി വിധിച്ചിരിക്കുന്നത്. അതിന് പുറമെ 2 വകുപ്പുകൾ 302 വകുപ്പിന് 2 ലക്ഷം രൂപ പിഴ, അതിന് പുറമെ 449 വകുപ്പിന് 25,000 രൂപ പിഴയും ഇതിൻ്റെ ഭാഗമായിട്ട് കോടതി വിധിച്ചിട്ടുണ്ട്. ഇത് നഷ്ടപരിഹാരമായി ആ കുടുംബത്തിന് നൽകണം എന്നുള്ള കാര്യം കൂടിയാണ് കോടതി സൂചിപ്പിക്കുന്നത്. എന്തായാലും അതിമൃഗീയമായ രീതിയിലുള്ള ഒരു കൊലപാതകമാണ് നടന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രതി ശ്യാംജിത്ത് വളരെ ആസൂത്രിതമായി മാസങ്ങൾ നീണ്ടിട്ടുള്ള ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ശാസ്ത്രീയമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ട് അതാണ്. അതായത് ഇതിൻ്റെ സിനിമ കണ്ടു എന്ന് പറയുന്നതിൻ്റെ രേഖകൾ, അതിന് പുറമെ ഗൂഗിളിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെർച്ച് ഹിസ്റ്ററികൾ, അതിൻ്റെ ആയുധങ്ങൾ ഏത് രീതിയിലാണ് ഉണ്ടാക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള പരീക്ഷണങ്ങൾ, ഇതെല്ലാം തന്നെ ശ്യാംജിത്ത് നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഈ കൊലപാതകം നടക്കുന്ന സമയത്തും 3 തരത്തിലുള്ള ആയുധങ്ങൾ ശ്യാംജിത്ത് കയ്യിൽ കരുതിയിരുന്നു എന്നുള്ളതാണ്. കഴുത്ത് ഏകദേശം 75% അറ്റുപോയിരുന്നു, അതായത് 3/4 ഭാഗത്തോളം അറ്റുകിടക്കുന്ന അവസ്ഥയിലായിരുന്നു. 29 മുറിവുകളാണ് ഈ വിഷ്ണുപ്രിയയുടെ ദേഹത്ത് നിന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 10 മുറിവുകൾ മരണം പൂർണ്ണമായും സംഭവിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ്. അതായത് മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷവും ശ്യാംജിത്ത് വളരെ ഈ മുറിവ്, അതായത് ശരീരത്തിന് മുറിപ്പെടുത്തുന്ന രീതിയിൽ ഇടപെടൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതുതന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അർജുൻ ചൂണ്ടിക്കാട്ടുന്നത്. 2022 ഈ വാർത്ത, അതായത് പാനൂരിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ അത് അവിടെ എത്തി റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. വിഷ്ണുപ്രിയന്റെ മൃതദേഹം അന്ന് അവിടെ കണ്ടതാണ്. ഒരിക്കലും കാണാനാകാത്ത കാഴ്ചയായിരുന്നു. ആ വിധത്തിൽ അതിക്രൂരമായ രീതിയിലാണ് വിഷ്ണുപ്രിയെ കൊലപ്പെടുത്തിയത്. കൊലപാതകം നടത്തിയ ശേഷവും, മരിച്ചുവെന്ന് ഉറപ്പിച്ച ശേഷവും മൃതദേഹത്തെ ആക്രമിക്കുന്ന തരത്തിലുള്ള പക ഈ ശ്യാംജിത്തിനുണ്ടായിരുന്നു എന്ന അന്വേഷണ കഴുത്ത് അറുത്തെടുക്കാനുള്ള ശ്രമം അന്ന് നടന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. അത്രയധികം പക ഈ വ്യക്തി ഈ കൊല്ലപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയോട് വെച്ചു പുലർത്തുകയും ചെയ്തു. അതിൻ്റെ സൂചന തന്നെയാണ് പിന്നീട് തനിക്കിപ്പോൾ ഇത്ര വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ഒരു 39-40 വയസ്സാകുമ്പോഴത്തേക്കും താൻ ഈ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങും, പിന്നീട് സുഖമായി ജീവിക്കും എന്നുള്ള യാതൊരു പശ്ചാത്താപവും ഇല്ലാത്ത പ്രതിയുടെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാകുന്നത്. അതിക്രൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകം
തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് എന്ന വാദമുഖം പ്രോസിക്യൂഷൻ ഉയർത്തുകയും ചെയ്തിരുന്നത്. പക്ഷേ വധശിക്ഷ വിധിക്കുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്യുന്നത്. അർജുൻ, ഇനി കുടുംബത്തിൻ്റെ പ്രതികരണമാണ് അറിയാനുള്ളത്. അവരുടെ പ്രതികരണം, അവർ ഈ ശിക്ഷയിൽ സംതൃപ്തരാണോ, വധശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അപ്പീൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. അർജുൻ. കുടുംബം എന്തായാലും കോടതിയിൽ ഉണ്ട്. ഇന്ന് ഈ വിധി പ്രസ്താവത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവർ ഈ കോടതി വരാന്തയിൽ എത്തുകയും ഈ വിധി പ്രസ്താവനത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തിരുന്നു. കുടുംബം അതായത് കഴിഞ്ഞ മെയ് 10-ാം തീയതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ ഈ വിഷ്ണുപ്രിയയുടെ അമ്മയും സഹോദരനും സഹോദരിയും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ എത്തിയിരുന്നു. അന്ന് തന്നെ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ വളരെയധികം വിഷമത്തോടു കൂടി തന്നെയാണ് അവിടുന്ന് പോയിട്ടുള്ളത്. പക്ഷേ ആ ഘട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അതിൽ സംതൃപ്തരാണ് എന്നുള്ള പ്രതികരണമായിരുന്നു അന്ന് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്നിപ്പോൾ പ്രതിക്ക് ജീവപര്യന്തം തടവും 10 വർഷം അധിക തടവും വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി കുടുംബം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുക? കുടുംബം എന്തായാലും കോടതിയിലുണ്ട്. കോടതി വരാന്തയിൽ അവരുടേതായ ഒരു മാനസികാവസ്ഥയും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ അവർ അല്പസമയത്തിനകം തന്നെ ഇവിടുത്തെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങി വരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അവരുടെ പ്രതികരണം ഇപ്പോൾ